ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് 3 ഗെയിമിംഗ് ലാപ്ടോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ 3 ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 65,000 രൂപ താഴെ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ 3 ലാപ്ടോപ്പും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കോഡിങ്, പിന്നെ എഡിറ്റിങ്, പിന്നെ പോരാതെ തന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ലാപ്ടോപ്സ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. മാത്രമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ലാപ്ടോപ്സിൻ്റെ ലിങ്കും ഞാൻ ബൈ ചെയ്യാനുള്ളതിനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസ്യൂസിൻ്റെ ടഫ് F50 എന്നുള്ള ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുള്ള പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ കോർ i5 11th Gen ആണ്. പിന്നെ ഇതിൽ ഗ്രാഫിക്സ് കാർഡ് കൂടി നൽകിയിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡ് വരുന്നത് NVIDIAൻ്റെ RTX 3050 4GB ഗ്രാഫിക്സ് കാർഡാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത് 15.6 ഇഞ്ചിൻ്റെ LCD ഫുൾ HD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 144 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടും. റാം കൊടുത്തിട്ടുള്ളത് 8GB റാമാണ് കൊടുത്തിട്ടുള്ളത്. അത് DDR4 ആണ്. 32GB വരെ നമുക്ക് എക്സ്പാൻഡബിളും ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ 512GB SSD നൽകിയിട്ടുണ്ട്. NVMe SSD ആണ് ഇത് നൽകിയിട്ടുള്ളത്. പിന്നെ വിൻഡോസ് 11 ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് HP-ൻ്റെ വിക്ടസ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത് Ryzen 5 Ryzen 5 5600H എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് NVIDIAയുടെ GTX 1650 4GB ഗ്രാഫിക്സ് കാർഡാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 15.6 ഇഞ്ചിൻ്റെ LCD ആൻറ്റി ഗ്ലെയർ മൈക്രോ LED ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ നൽകിയിട്ടുള്ളത് 60 Hz മാത്രമേ ഉള്ളൂ. പിന്നെ റാം വരുന്നത് DDR4 8GB റാമാണ് വരുന്നത്. നമുക്കത് 82GB വരെ എക്സ്പാൻഡബിൾ കൂടിയാണ്. പിന്നെ 512GB NVMe SSD ഇത് സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഓൾറെഡി വിൻഡോസ് 11 ഹോമാണ് നൽകിയത്. ഈ മൂന്നാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് Acerൻ്റെ Aspire 7 എന്ന ലാപ്ടോപ്പാണ്. ഈ ഒരു ലാപ്ടോപ്പ് വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ കോർ i5 12th Gen ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഗ്രാഫിക്സ് കാർഡ് നൽകിയിട്ടുള്ളത് NVIDIAയുടെ GTX 1650 4GB ഗ്രാഫിക്സ് കാർഡാണ് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിന് ഡിസ്പ്ലേ വരുന്നത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. IPS ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിന് റാം നൽകിയിട്ടുള്ളത് 8GB DDR4 റാമാണ് നൽകിയിട്ടുള്ളത്. അതും 32GB വരെ നമുക്ക് എക്സ്പാൻഡബിൾ കൂടിയാണ്. സ്റ്റോറേജ് വരുന്നത് സെയിം 512GB NVMe SSD ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഓൾറെഡി വിൻഡോസ് 11 ഹോമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ലാപ്ടോപ്പിലും ബാക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് RGB ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു 3 ലാപ്ടോപ്പിലും ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്, വെബ് ക്യാമും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പല ഗെയിമിംഗ് ലാപ്ടോപ്പിലും അത് കാണാറില്ല, പക്ഷേ ഈ 3 ഗെയിമിംഗ് ലാപ്ടോപ്പിലും അതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ അത് എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ ഞാൻ തരാൻ പോവാണ്.